ഖുർആനിലെ സൂറ അൽ ബഖറ ഇതിനകം 165 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് 166, 167 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് കിലോമീറ്ററുകൾ അകലെ നിന്നും നമുക്ക് ഇങ്ങനെ കാണാനും ഇങ്ങനെ ക്ലാസ്സിൽ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നു. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മൾ 165 ആയത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്ന ഒരു കാര്യം, വളരെ സുപ്രധാനമായ ഒരു കാര്യം, അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കുന്ന, പങ്കുകാരെ ചേർക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക അള്ളാഹു തആല അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുകയോ അള്ളാഹുവിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആരാധനാപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും പങ്കു ചേർക്കുക എന്ന രീതിയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള പങ്കു ചേർക്കൽ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, വേറെ ചിലരെ സ്നേഹിക്കുന്നു. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയെ കഴിച്ച് അതിനുശേഷം മാത്രമേ മറ്റുള്ളവരോടുള്ള സ്നേഹം ഉണ്ടാവാൻ പാടുള്ളൂ എന്നത് കൂടി നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സൂറത്ത് തൗബയില് വളരെ കൃത്യമായി തന്നെ അത് വിശദമായി പറയുന്നുണ്ട്. ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും എടുത്തു പറയുന്നുണ്ട്. നിങ്ങളുടെ പിതാക്കളായാൽ, നിങ്ങളുടെ മക്കളായാൽ, സഹോദരന്മാരോ സഹോദരിമാരോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇണതുണകളോ കുടുംബക്കാരോ, നിങ്ങളുടെ സമ്പാദ്യമോ നിങ്ങളുടെ സ്വത്തോ, ഇതൊക്കെ അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായി തീർന്നാൽ നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുടെ കൽപ്പനയെ കാത്തുകൊള്ളുക എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആരാണ് പ്രിയപ്പെട്ടത് എന്ന ചോദ്യത്തിന് അത് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു ആണ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മറ്റെല്ലാ ബന്ധുക്കളും ഗിഫ്റ്റാണ്. നമ്മുടെ മാതാപിതാക്കളും ഇടവകളും നമ്മുടെ സുഹൃത്തുക്കളും നാടും നമ്മുടെ സമ്പാദ്യവും എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഗിഫ്റ്റാണ്. നമ്മൾ ഗിഫ്റ്റിനെയാണോ സ്നേഹിക്കേണ്ടത്, അതല്ലെങ്കിൽ ഗിഫ്റ്റ് നൽകിയവരെയാണോ സ്നേഹിക്കേണ്ടത് എന്ന ഒരു ചോദ്യത്തിൽ ഒരു യുക്തിസഹമായ മറുപടി, അത് ഗിഫ്റ്റ് നൽകിയ ആളെയാണ് ഗിഫ്റ്റിനേക്കാൾ സ്നേഹിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്നർത്ഥം. ഇവിടെ ഈ വാക്കുകൾ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വേണ്ടുവോളം ഇതിനകം അത് നമ്മൾ വിശദീകരിച്ച് കേട്ടിട്ടുള്ളതാണ്. അതായത് ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരുന്ന ആദരവും അവർക്ക് നൽകിയിരുന്ന പദവിയും അവർക്ക് നൽകിയിരുന്ന സ്ഥാനവും അവര് ആ കാര്യത്തിൽ നന്ദികേട് കാണിക്കുകയും അള്ളാനെ മറക്കുകയും തന്നിഷ്ടം പ്രവർത്തിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അവർ അള്ളാഹു നൽകിയിട്ടുള്ള വിശുദ്ധ വചനങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും അതിൽ നിന്ന് വ്യതിചലിച്ച് വഴിമാറി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഖിബ്ല മാറ്റുകയാണ്. ഖിബ്ല മാറ്റുമ്പോൾ ആരാധനാ നേരത്ത്, നമസ്കാര നേരത്ത് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ദിശ മാത്രമല്ല മാറ്റുന്നത്. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആദരവിന്റെ ഈ ഒരു പദവി മാറ്റി വേറെ ഒരു സമൂഹത്തെ ഏൽപ്പിക്കുക എന്നത് കൂടിയാണ്. ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ വേദക്കാരിൽ തന്നെ ഉള്ളവർക്ക്, സത്യം അറിയുന്ന ആളുകൾ, അവര് പോലും അതിനെ മറച്ചുവെക്കുന്നു, നിഷേധിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവരതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് അവരുടെ നേതാക്കളും അവരുടെ ഏറ്റവും ഇഷ്ടരായ പ്രധാനപ്പെട്ട ആൾക്കാരും പുരോഹിതന്മാരും ഒക്കെ പറയുന്നതിനനുസരിച്ചാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരെയാണ് അവർ സ്നേഹിക്കുന്നത്? അവർ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയല്ല,
അള്ളാഹുവിനെയാണ് അവർ സ്നേഹിക്കുന്നതെങ്കിൽ അള്ളാഹു താല അയച്ച ദൂതന്മാർക്കിടയിൽ അവർ വിവേചനം കൽപ്പിക്കുകയില്ലല്ലോ. അവര് പറയുന്നുണ്ട് ഞങ്ങൾ അള്ളാഹിന്റെ മക്കളാണ്, നഹ്നു അബ്നാ അല്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ട് ചില ആൾക്കാർ. പക്ഷെ ഞങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവർ പറയുമ്പോൾ തന്നെ അവർ അള്ളാഹുവിനോടല്ല അവരുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. കാരണം അവരുടെ നേതാക്കൾ പറയുന്നത് കഴിച്ച് അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാർ ഉണ്ടാക്കുന്ന നിയമം അനുസരിച്ച് ആണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവർക്ക് സ്നേഹം ആരോടാണ്? അള്ളാഹുവിനേക്കാൾ അവർ സ്നേഹിക്കുന്നത് അവരുടെ നേതാക്കളെയാണ് എന്നർത്ഥം. അപ്പൊ അതിനെ അള്ളാഹു സുബ്ഹാനഹു തആല അവന് സമന്മാരെ കൽപ്പിക്കുക എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ഒരു കാര്യമായി കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗം. ഇനി അള്ളാഹു പറയാണ്, ഈ ഒരു നേതാക്കന്മാരും ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, നേരിനെതിരായിട്ട് അതിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടു നടക്കുന്നവരുണ്ടല്ലോ, അവരെ കുറിച്ച് അവരൊക്കെ എത്തിപ്പെടാനുള്ള ഒരു അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണ്. എന്താണ് ഇത്? തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത് തബറ വിട്ട് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. ആ സന്ദർഭത്തെ ഓർക്കാൻ അതുകൊണ്ടാണ് ഇത് എന്ന് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ആ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് തബറ വിട്ട് ഒഴിയുന്ന സന്ദർഭം, വിട്ടുമാറുന്ന സന്ദർഭം, ഉപേക്ഷിച്ചു പോകുന്ന സന്ദർഭം. അല്ലദീന ആരാണ്? ഒരു കൂട്ടർ. തുബിഉ എന്ന് പറഞ്ഞാൽ പിന്തുടരപ്പെട്ടവർ എന്നാണ്. പിന്തുടരപ്പെട്ട എന്ന് പറയുമ്പോൾ നേതാക്കന്മാരാണ്. നേതാക്കന്മാരെയാണല്ലോ അനുയായികൾ പിന്തുടരുന്നത്. പിറകെ നമ്മൾ പറയല്ലോ സാധാരണ, ധീര വീര നേതാവേ ധീരതയോടെ നയിച്ചോളും. ലക്ഷം ലക്ഷം പിന്നാലെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ആരെയാണ്? ഈ ഫോളോവേഴ്സ് ഉള്ളത് ആർക്കാണ്? ഈ നേതാവിനാണ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ പിന്തുടരപ്പെട്ട ആളുകൾ അവരെന്താണ്? ആരിൽ നിന്നാണ് അവർ ഒഴിഞ്ഞു മാറുന്നത്? അനുയായികളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനുയായികളിൽ നിന്ന് നേതാക്കന്മാര് വിട്ട് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. പിന്നെയോ വറഉൽ അദാബ്, ശിക്ഷയെ അദാബിനെ കാണുന്ന സന്ദർഭം. ശിക്ഷയെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് കേട്ടതാണ് നമ്മള്. പരിശുദ്ധ ഖുർആനിലൂടെ, ഹദീസിലൂടെ, തിരുവചനങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ പിന്നെ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്നത് നമ്മൾ പഠിച്ച പാഠമാണ്. അതേസമയത്ത് ഐനുൽ യഖീൻ എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ ഉറപ്പായി മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. നേർക്ക് നേരെ അതിങ്ങനെ കാണുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ കാണുകയും ചെയ്താൽ അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയുമോ? ഇവരെ പരസ്പരം കൂട്ടി ഇണക്കിയിരുന്ന ചരടറ്റുപോവുക എന്നതാണ് സംഭവിക്കുക. അസ്ബാബ് എന്ന് പറയുന്നത് കയറ്. അപ്പോൾ അത് മുറിഞ്ഞു പോവുക എന്നതാണ്. നേതാവും അനുയായിയും തമ്മിലുള്ള ഒരു കയറുണ്ടല്ലോ, മെമ്പർഷിപ്പിലൂടെയോ അതല്ലെങ്കിൽ മറ്റ് ആഹ്വാനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഈ പിന്തുണ പ്രഖ്യാപിക്കലിലൂടെയോ അതല്ലെങ്കിൽ എന്തൊരു ആജ്ഞയും അത് സ്വീകരിക്കുന്നതിലൂടെയോ ഒക്കെ പരസ്പരം ഉണ്ടായിട്ടുള്ള ഒരു കയറുണ്ട്. കയറെന്ന് പറയുമ്പോൾ അതിന് രണ്ടറ്റം ഉണ്ടാകും. ഒരറ്റം അനുയായികളിലാണ്, ഒരറ്റം നേതാവിലാണ്. നേതാക്കന്മാരിലാണ് ഒരറ്റം. അവര് പിടിക്കുന്നിടത്തുകൂടിയാണ് അനുയായികൾ പോകുന്നത്. പക്ഷേ ആ കയറ് അറ്റുപോവുകയാണ്. അപ്പൊ നേതാവ് വേറെയായി, അനുയായികൾ വേറെയായി. നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള കയററ്റു പോകുന്ന, ബന്ധമറ്റു പോകുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഈ പിന്തുടർന്ന ആളുകളുണ്ടല്ലോ, അനുയായികളുണ്ടല്ലോ, അവർ പറയുകയും ചെയ്യും. അല്ലദീന തബഉ, ആരാണ് പറയുന്നത്? അനുയായികളായ ആളുകൾ പറയും, ലൗ അന്ന ലനാ കർറതൻ. ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ, ആയിരുന്നെങ്കിൽ. ലൗ അന്ന ലനാ, ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, കർറതൻ
ഒരവസരം, ഞങ്ങൾക്ക് ഒരു അവസരം കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ എന്താണ്, ഞങ്ങൾ അവരെ ഉപേക്ഷിക്കും. കമാ തബറഊ മിന്നാ, ഇവർ ഞങ്ങളെ ഉപേക്ഷിച്ചതുപോലെ ഞങ്ങൾ അവരെയും ഉപേക്ഷിക്കും എന്നവര് പറയുകയും ചെയ്യുകയാണ്. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. എന്താണ് സംഭവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കർമ്മങ്ങളൊക്കെ അവർക്ക് ഖേദത്തിന് കാരണമായി തീർന്ന കാര്യം, അവര് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളൊക്കെയും ഇപ്പോൾ വിരലകടിക്കാൻ, ഖേദിക്കാൻ കാരണമായത് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. വമാഹും ബിഖാരിജീന മിനന്നാർ. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. വമാഹും അവരല്ല, ബിഖാരിജീന മിനന്നാർ, നരകാഗ്നിയിൽ നിന്ന് പുറത്തു കടക്കുന്നവർ അല്ല. അവർ നരകത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കും ഉണ്ടാവുക എന്നതാണ്. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ലാഹു തആലയുടെ ദീനിനെ, അല്ലാഹു തആല അറിയിച്ചു തന്ന ആദർശത്തെ, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റുന്നതിൽ നിന്ന് മഹാഭൂരിപക്ഷം, പഴയ ശൈലിയിൽ പറഞ്ഞാൽ മുക്കാലേ മുണ്ടാണി എന്ന് പറയുന്ന ഒരു ശൈലി, ധാരാളക്കണക്കിന് ഭൂരിപക്ഷം ആളുകളെയും അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ആരാണ്? ഭൗതികമായിട്ടുള്ള ഈ ദുനിയാവിന്, അതുപോലെ തന്നെ ദുനിയാവിലെ വിഭവങ്ങൾക്ക് പരമപ്രാധാന്യം നൽകുന്ന നേതാക്കന്മാരാണ്. അവർക്ക് വേണ്ടിയാണ് എല്ലാ കുതന്ത്രങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. ആ കുതന്ത്രങ്ങളിൽപ്പെട്ട് അനുയായികൾ ജൈവിളിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിതം നൽകുന്നത്? എന്തെല്ലാം ത്യാഗമാണ് അനുയായികൾ അനുഷ്ഠിക്കുന്നത് നമുക്കറിയാമല്ലോ. ഓരോരുത്തരും നേതാക്കന്മാർക്ക് വേണ്ടി, അവരുടെ വാക്കുകൾക്ക് വേണ്ടി, അവരുടെ ആഹ്വാനങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുകയാണ്, സമ്പത്ത് നൽകുകയാണ്, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയുകയാണ്, സമൂഹത്തിൽ ഛിദ്രതയ്ക്ക് കാരണമാവുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ അവരോടുള്ള ഹുബ്ബ് കൊണ്ടാണ്, അവരോടുള്ള വല്ലാത്ത ഒരു സ്നേഹം കൊണ്ട്. അവരുടെ മനസ്സിൽ ആ സ്നേഹം ഊട്ടി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതുപോലും സ്വന്തത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്കൊരാവശ്യം വരുമ്പോ ഞങ്ങളുടെ ഈ ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നതാണ്. പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയാൻ, അതേപോലെ തന്നെ കേസിന്റെ കാര്യത്തിലൊന്ന് ഇടപെടാൻ, അതല്ലെങ്കിൽ എന്റെ നാട്ടിൽ എനിക്കൊരു ആവശ്യം നേരിട്ട് അതിന്റെ കൂടെ നിൽക്കാൻ, അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ദുന്യവിയായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള, ന്യായമോ അന്യായമോ ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ നമുക്ക് ചിലർ വേണം. ഇതാണ് അത്. ന്യായത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ അത് വേണ്ടി വരും. കള്ളത്തരങ്ങളും വഞ്ചനകളും ചെയ്യുന്ന ആളുകൾക്ക്, അന്യായമായി ഇടപെടലുകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംരക്ഷണത്തിനും അവർക്ക് പിന്തുണ നൽകുവാനും അവരെ ഇറക്കിക്കൊണ്ടുവരാനും ജാമ്യത്തിലെടുക്കാനും അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും ഒക്കെ ആളുകൾ വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നിടത്തൊക്കെ പോകുന്നത്, പറയുന്നതൊക്കെ ചെയ്യുന്നത്. എത്രത്തോളം സമ്പത്ത് കൊടുക്കുന്നു, ഉറക്കമളക്കുന്നു, ചിലപ്പോൾ ജീവൻ തന്നെയും ത്യജിക്കുകയാണ് ആ മാർഗത്തിൽ. റബ്ബ് സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ച തമ്പുരാനെ, എന്റെ നിസ്കാരം, എന്റെ എല്ലാ ആരാധനകളും, അതുപോലെ തന്നെ എന്റെ ജീവിതം തന്നെയും, ആരാധനകൾ മാത്രമല്ല, എന്റെ മഹ്യായ, എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടാത്ത എന്താണ് ബാക്കിയുള്ളതൊന്നുമില്ല. ആ ജീവിതവും മമാതി, ഇനി എന്തെങ്കിലും ആ ജീവിതത്തിൽ പെടാതെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ മരണമാണ്. ആ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. ഇത് നിസ്കാരത്തിൽ പറയുന്ന ആൾക്കാരാണ് വിശ്വാസികൾ. ആ നിസ്കാരത്തിൽ ഇത് പറയുന്നത് വെറുതെ അല്ല. ഇത് പരിശുദ്ധ ഖുർആനിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാക്കാണ്. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദി എന്നത് ഇബ്രാഹിം നബിന്റെ വാക്ക് അല്ലാഹു ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ ജീവിതത്തെ ആരാണ് നിയന്ത്രിക്കുന്നത്? പറയുന്നവരുടെ ജീവിതത്തിന് ആരാണ് വഴികാട്ടിയാകുന്നത്?
അങ്ങനെ പറയുന്ന ആളുകളെ ആരാണ് അവരോട് ആഹ്വാനം ചെയ്യുന്നത്? അങ്ങനെ നമസ്കാരത്തെയും നോമ്പിനെയും സക്കാത്തിനെയും ഹജ്ജിനെയും ഖുർആനിനെയും ഹദീസിനെയും പോലും നാം ഏതർത്ഥത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആരുടെ താല്പര്യത്തിനാണ്? നമ്മുടെ രക്തം തിളയ്ക്കുന്ന, നമ്മുടെ ഇറച്ചിയിൽ കുത്തുന്ന, നമുക്ക് പൊള്ളലേൽക്കുന്ന കാര്യം ആരെക്കുറിച്ച് അപവാദം പറഞ്ഞ് കേൾക്കുന്നതാണ്? ആരെ ആക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ്? അപ്പോ ഇങ്ങനെ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തു നോക്കുമ്പോ ഇത് യഥാർത്ഥത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു കൂട്ടർക്ക് മാത്രം ബാധകമാകുന്ന കാര്യമല്ല. നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു കാര്യത്തെ വിലയിരുത്തേണ്ടതാണ്. അപ്പോ അവിടെ കൊണ്ടുവരപ്പെടുന്ന, ഹാജരാക്കപ്പെടുന്ന നേതാക്കന്മാരുടെയും നീതരുടെയും അവസ്ഥയെയാണ് ഇവിടെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ കൊണ്ടുവരപ്പെടുമ്പോൾ നേരത്തെ നിങ്ങൾ അവരെയാണല്ലോ സ്നേഹിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നതിനേക്കാൾ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും അങ്ങനൊന്നും നമ്മൾ ആരും സ്നേഹിക്കണില്ലല്ലോ. പക്ഷെ റബ്ബിന്റെ കൽപ്പന ഒരു ഭാഗത്തുണ്ട്. അപ്പുറത്തുള്ളത് ആരാണ്? അപ്പുറത്ത് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഈ പ്രമാണിമാരുടെ, നേതാക്കന്മാരുടെ ഒക്കെ കൽപ്പനയുണ്ട്. നമ്മൾ ഏതിനാണ് മുൻഗണന കൊടുക്കുക? നമ്മൾ എന്താണ് അനുസരിക്കുക? നമ്മുടെ നാടൻ ശൈലി പ്രയോഗങ്ങളിലൂടെ അങ്ങനൊക്കെ ഇപ്പൊ നോക്കിയാൽ നടക്കുവോ എന്നൊക്കെ ചോദിക്കുമല്ലോ. നമുക്ക് ദുനിയാവിലും ജീവിച്ചു പോകണ്ടേ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? നമ്മൾ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് ദീനീ നിയമങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു, സ്വീകരിക്കാതിരിക്കുന്നു? അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന് പകരം ഈ നേതാക്കന്മാരെ, പുരോഹിതന്മാരെയൊക്കെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോയ ആൾക്കാരെയും അള്ളാഹു താല നേതാക്കളെയും അനുയായികളെയും ഒന്നിച്ചു കൊണ്ടുവരിക, രണ്ടു കൂട്ടരെയും കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവരുമ്പോ സാധാരണ അതാണ് ശീലം. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുമ്പോ, പ്രശ്നം ഉണ്ടാവുമ്പോ ഉടനെ വിളിക്കുമല്ലോ. അത് ദുനിയാവുന്നുള്ള ശീലാണ്. അങ്ങനെ വിളിച്ചു നോക്കിയതാണ്. അങ്ങനെ വിളിച്ചു നോക്കിയപ്പോ നേതാക്കന്മാർ എന്താ ചെയ്തതെന്നറിയോ? അനുയായികൾ ഒഴിവായി കളഞ്ഞു. ഈ രക്തം വേണേ രക്തം നൽകാൻ, ജീവൻ വേണേ ജീവൻ നൽകാന്ന് പറഞ്ഞ അനുയായികളെ ഈ രക്തവും ജീവനും സമ്പത്തും ഒക്കെ സ്വീകരിച്ച് അധികാര സ്ഥാനങ്ങളിലേറി ഈ ദുനിയാവിലെ വിഭവങ്ങളൊക്കെ സ്വീകരിച്ച് അങ്ങനെ പദവിയും ആദരവും ബഹുമാനവും ഒക്കെ നേടിയെടുത്തിട്ടുള്ള നേതാക്കന്മാർ ഈ അനുയായികൾ എന്ന് കൈവിട്ട് കളഞ്ഞു. എന്നാണ് പറയുന്നത്. കയറ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഈ അറബികള് ടെന്റ് ഉണ്ടാക്കുക കയറ് കൊണ്ട് വലിച്ചു കെട്ടിയില്ല. നമുക്കറിയാലോ, അറബികളെന്നല്ല ആരും ടെന്റ് ഉണ്ടാക്കുക അങ്ങനെയാണ്. അപ്പോ ആ ടെന്റ് 4 ഭാഗത്തേക്കും കയറുകൊണ്ട് നന്നാക്കി മുറുക്കി വലിച്ചു കെട്ടും. എന്നിട്ട് ടെന്റിനകത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഒരു സുരക്ഷിത ബോധം തോന്നും, തരക്കേടില്ല എന്ന് തോന്നും. ആ ഒരു ടെന്റിന്റെ കയറാരെങ്കിലും വന്ന് പൊട്ടിച്ചാലോ? അങ്ങനെ വലിച്ചു മുറുക്കി വളരെ ടൈറ്റ് ആക്കിയിട്ട് കെട്ടിവെച്ച ആ ടെന്റിന്റെ കയറ്, കൂടാരത്തിന്റെ, ഹൈമയുടെ കയറാരെങ്കിലും മുറിച്ചു മാറ്റിയാൽ എന്ത് സംഭവിക്കും? കയറ് മുറിഞ്ഞു പോവുക എന്നത് മാത്രമല്ല സംഭവിക്കുക, ആ ടെന്റ് അപ്പാടെ അവരുടെ മേലേക്ക് മറിഞ്ഞു വീണ് അവർ ആ കൂടാരത്തിനകത്ത് അവര് അപകടത്തിൽപ്പെടുക എന്നതാണ് സംഭവിക്കുക. ഇവിടെ നേതാക്കന്മാർ ചെയ്ത പണി അതാണ്. എന്താണ് അവർ ചെയ്തത്? അനുയായികളുമായിട്ടുള്ള ബന്ധത്തിന്റെ കയറിനെ അവർ മുറിച്ചു കളഞ്ഞു. അവരാ കയറ് പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ അവരാ കയർ പൊട്ടിച്ചു കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ കൂടാരം അപ്പാടെ അവരുടെ മേലേക്ക് വീണ് തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സുരക്ഷിതമെന്ന് തോന്നിയിരുന്ന കൂടാരം അവരുടെ ദേഹത്ത് മറിഞ്ഞു വീണ് അപകടം പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ദുനിയാവില് അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കാതെ, പരിശുദ്ധ ഖുർആനിനെ പരിഗണിക്കാതെ, അല്ലെങ്കിൽ ഖുർആനിന്റെ നിയമങ്ങളൊക്കെ 1400 കൊല്ലം മുമ്പുള്ള വേറെ ഏതോ ഒരു നാട്ടിലേക്ക് വന്നതാണ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് വേറെ തന്നെ ഒന്നാണ് എന്ന രീതിയിൽ ഇതിനെ മാറ്റിവെച്ചാൽ, എന്നിട്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾക്കും ദുന്യവിയായ മോഹങ്ങൾക്കും വേണ്ടി പലതരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാക്കുകയും നമ്മളുടെ അനുസരണ പ്രതിജ്ഞ അത്തരം നേതാക്കൾക്ക് കീഴിലാവുകയും അവരെ വിളിക്കുന്നിടത്ത് ചോദ്യം ചെയ്യാതെ ഓടിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്ക് തോന്നും സുരക്ഷിതമായ കൂടാരങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് എന്ന് തോന്നും.
പക്ഷേ ആ സുരക്ഷിത കൂടാരങ്ങളുടെ കയറുകളെ ഇവർ തന്നെ പൊട്ടിച്ചു കളയും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇത് റബ്ബ് പറയാണല്ലോ. നമ്മളിതിനെ അതിന്റെ ഒരു ഗൗരവത്തിൽ മനസ്സിലാക്കണല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വിശദമായി ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതിന്റെ ഒരു ഗൗരവം എത്രത്തോളമാണ്? ആ സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അല്ലാത്ത ഒരു ഇച്ഛാഭംഗം ഉണ്ടായിട്ട് ഇത്രയും കാലം ഞങ്ങളിപ്പോ ഇവർക്ക് വേണ്ടിയാണല്ലോ പണിയെടുത്തത്, പടച്ചോനെ ഞങ്ങൾ എന്ത് അബദ്ധമാണ് ചെയ്തത്, ഇങ്ങനെ ഒരു കൂടാരം കെട്ടാനാണല്ലോ നമ്മൾ പണിയെടുത്തത്, നമ്മളുടെ സമ്പത്ത് കൊടുത്തത്, അധ്വാനം കൊടുത്തത്, കുടുംബത്തെ നമ്മൾ പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവര് കുടുംബത്തെ പോലും നോക്കാതെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തെ പോലും നോക്കാതെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് നെട്ടോട്ട് മൂടിക്കൊണ്ടിരിക്കുന്നത്. പലരും കുടുംബങ്ങളായിട്ട് തെറ്റിയതെന്തിനാണ്? അവനവന്റെ നേതാക്കളും അവനവന്റെ പാർട്ടിയും പറയുന്ന കാര്യത്തിന് വേണ്ടിയാണ് കുടുംബത്തോട് തെറ്റിയിട്ടുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനിടയിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടാണ് കൂടപ്പറപ്പുകളെ തള്ളിപ്പറയുന്നത്. എന്നിട്ടാണ് പല ആളുകളുമായിട്ടും നമ്മൾ അവിഹിതമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള അവിഹിതമായ ബന്ധങ്ങളെയും ഏർപ്പാടുകളെയും പോലും നമ്മൾ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സംസാരത്തിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ ആളുകളെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ആളുകളെ ന്യായീകരിക്കുന്നത് അവർ ഏത് പാർട്ടിയാണ് എന്ന് നോക്കിക്കൊണ്ടാണ്. അപ്പൊ ആ സ്വഭാവത്തിൽ ഉള്ള പിന്തുണ നൽകിയിട്ട് ഇവരിപ്പോ എന്താ ചെയ്തത്? ഇവർ ഈ ബന്ധം മുറിച്ചു കളയുകയാണല്ലോ ചെയ്തത്. ആ ഇച്ഛാഭംഗം കൊണ്ട്, പ്രയാസം കൊണ്ട്, സങ്കടം കൊണ്ട് അവർ അള്ളാഹുവോട് പറയാണ്, അല്ലെങ്കിൽ അവിടുന്ന് പറയാണ്. എന്താണ് പറയുന്നത്? ലൗ അന്ന ലനാ കറത്തൻ, ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. അവസരമൊന്നും കിട്ടൂല, അവസരം കിട്ടൂല. അങ്ങനെ ഒരു അവസരം കിട്ടുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ എന്നാലും അവർ പറയാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ഇവര് ഞങ്ങളെ ഒഴിവാക്കിയതുപോലെ ഞങ്ങൾ അവിടെ വെച്ച് ഇവരെ ഒഴിവാക്കും. പറഞ്ഞിട്ടെന്ത് കാര്യം? അള്ളാഹുവിന്റെ നിയമങ്ങളെ, റസൂലുള്ളാഹിന്റെ ചര്യയെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ചര്യയെ വിലവെക്കാതെ പല ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ ഈ നേതാക്കളുടെ കൽപ്പനകൾ കേട്ടു പോയ ആൾക്കാർ, അത് എന്ത് പറഞ്ഞാലും അതിനൊക്കെ വേണ്ടി വഴങ്ങിക്കൊടുത്ത ആൾക്കാർ, രക്തവും ജീവനും നൽകിയ ആളുകള്, സമ്പത്ത് നൽകിയ ആളുകള്, കുടുംബബന്ധം മുറിച്ച ആളുകള്, ദീനീ സംരംഭങ്ങൾ പോലും തകരാറിലാകുമാർ ഈ ആളുകൾക്ക് ജീവിതം സമർപ്പിച്ച ആൾക്കാർ, അവര് പറയാണ് ഇനിയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അവരെ ഞങ്ങൾക്ക് ഇനിയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അവരെയും ഒഴിവാക്കുമായിരുന്നു. ഇപ്പൊ ഇവര് ഞങ്ങൾ ഒഴിവാക്കി, ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടായിപ്പോയി. ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അവർ വരുന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ അവരും തമ്മിലുള്ള കയറ് അവർ മുറിച്ചു കളഞ്ഞു, ബന്ധം തന്നെ മുറിച്ചു കളഞ്ഞു, അറ്റിച്ചു കളഞ്ഞു. അവരത് അറ്റിച്ചു കളഞ്ഞ എന്താന്ന് ചോദിച്ചാല് അവരെ കാര്യം തന്നെ അവർക്ക് നോക്കാൻ കഴിയണില്ല. അധികാരത്തിന്റെയോ ഭരണത്തിന്റെയോ തണലിലും അതിലുണ്ടായിട്ടുള്ള സ്വാധീനത്തിലും അല്ലെങ്കിൽ സമ്പത്തിന്റെ ബലത്തിലും അങ്ങനെ മറ്റു പലതിലുമായിരുന്നു ഇവർ ദുനിയാവിൽ വെച്ച് ശുപാർശ ചെയ്യുകയും അതേപോലെ തന്നെ പല കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തത്. ഇവിടെ അതൊന്നുമില്ലല്ലോ. അള്ളാന്റെ അടുത്ത് അള്ളാഹു അനുവദിക്കാത്തവർക്ക് ശുപാർശ ചെയ്യാൻ ഉള്ള അവകാശമില്ലല്ലോ. ഇവിടെ വിചാരണയിൽ ഇടപെടാൻ ഒരു ചാൻസ് ഇല്ലല്ലോ. ഇവിടെ കൈക്കൂലി വാങ്ങുന്ന ആരുമില്ലല്ലോ. പരിശുദ്ധരായ മലക്കുകളല്ലേ വിചാരണയുടെ സംവിധാനങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ ഈ അനുയായികളെ രക്ഷപ്പെടുത്തുന്നത് പോയിട്ട് സ്വയം തന്നെ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾക്ക് തരാം. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പൊ സ്വന്തം തന്നെ അവരും നിസ്സഹായരാണ്. അവർക്കൊന്നും വാങ്ങാനും തരാനൊന്നുമില്ല. ഇത് നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾ കയ്യാളിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടേതായ ദുനിയാവല്ല ഇത്. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീദിന്റെ സ്വരത്തിൽ ഇടയ്ക്കിടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ തിരിച്ചു വരേണ്ടവരാണ് കേട്ടോ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്, നിങ്ങൾ പരലോകത്തേക്ക് വരേണ്ടവരാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ദുനിയാവിലെല്ലാം മറന്ന് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു തആല ഇടയ്ക്കിടെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു വരേണ്ടവരാണ് എന്ന് പറയുന്നു. അപ്പോ ഈ ദുനിയാവിലെ കെട്ടിയുണ്ടാക്കുന്ന ഇത്തരം കൂടാരങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതമാവുകയില്ല. അത് നിങ്ങൾ ഒഴിവാക്കി വരേണ്ടതാണ്.
നിങ്ങൾ അള്ളാഹു താല വിളിക്കുമ്പോ വിളിക്കുത്തരം നൽകി വരേണ്ടവരാണ്. അവിടേക്കാണ് നിങ്ങളുടെ മടക്കം എന്നിങ്ങനെ ആവർത്തിച്ച് റബ്ബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പുകളും വകവെക്കാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, അവരുടെ നേതൃത്വവും അവരുടെ പദവിയും അവരുടെ അധികാരവും അവരുടെ എല്ലാ സ്ഥാനവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ അവരെന്ത് ചെയ്യും? കൈയൊഴിയും. അപ്പൊ അങ്ങനെ കൈയൊഴിയുമ്പോ എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് ഈ മനുഷ്യന്മാര് പറയാണ്, ഒരവസരം കൂടി തന്നിരുന്നെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ ഇവർ വഞ്ചിച്ച് കൈയൊഴിഞ്ഞതുപോലെ ഇവരെ ഞങ്ങൾ എന്ത് ചെയ്യും? കൈയൊഴിയും എന്നാണ്. അപ്രകാരം എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കാണിച്ചു. ഇപ്പൊ ഖേദം വരുന്നുണ്ടല്ലേ? നിങ്ങളിപ്പോ പ്രയാസത്തിലാണല്ലേ? വിരല് കടിക്കുകയാണല്ലേ? അയ്യടാ ഇങ്ങനെ പറ്റിപ്പോയല്ലോ നിങ്ങൾ വിചാരിക്കുകയാണല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ ആവാൻ കാരണം എന്നറിയോ? ഇന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ കലാമ് നിങ്ങളുടെ മുമ്പാകെ സമ്പൂർണമായ പരിഹാരമായി ഉണ്ടായിരുന്നപ്പോ ആ ഖുർആനിന്റെ പരിഹാരത്തെ പ്രാവർത്തികമാക്കുന്നതിന് പകരം നിങ്ങൾ മറ്റു പലയിടങ്ങളിലുമാണ് നിങ്ങളുടെ രക്ഷ തേടിപ്പോയത്. അള്ളാഹ് പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹു വിളിച്ചിട്ടില്ലേ നിങ്ങളെ? അള്ളാഹു വിളിച്ചിട്ടില്ലേ? നിങ്ങളുടെ എല്ലാ പിന്നാക്കാവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മോചനം തരാമെന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടില്ലേ? അത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഏതോ ഒരു വ്യക്തിയുടെ ഭാവന എന്ന നിലക്കല്ല, ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കി മനോഹരമായി കാണിച്ചു തന്ന ഒരു ജീവിത വ്യവസ്ഥ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ട് നിങ്ങൾക്കത് പാരായണം ചെയ്ത് പ്രവർത്തിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങുവിൻ എന്ന് പറയുമ്പോ സാക്കൽത്തുമല്ല, ഭൂമിയുടെ മേൽ നിങ്ങൾ ആണ്ടുപോവുകയാണ് ചെയ്തത്, ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്തത്. അതൊക്കെ നടക്കൂല, അതൊക്കെ ഒരു പ്രാക്ടിക്കൽ അല്ല. അതിനൊക്കെ ആരാ ഉണ്ടാവുക? അത് നമ്മൾ ഒറ്റപ്പെട്ടു പോകില്ലേ? ഇങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങളാണ്. ഈ പ്രവർത്തനങ്ങൾ മൂലമാണ് ഇപ്പോൾ നിങ്ങൾ ഖേദിക്കേണ്ടി വന്നിട്ടുള്ളത്, വെറുതെ അല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ആ കാര്യങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കും. ഖേദത്തിന് നിമിത്തമായ ആ കാരണങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ടോ വമാഹും ബിഖാരിജീന മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു തആല അവരെ നരകശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നാണ്. അപ്പോൾ നരകത്തിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. നരകശിക്ഷയുടെ ഒരു പ്രത്യേകത അതാണ്. ഇവിടെ അവർ പല ശിക്ഷകളിൽ നിന്നും പലതരത്തിലുള്ള തടവുകളിൽ നിന്നും അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. പലരെയും വിളിച്ചു പറഞ്ഞിട്ട്, പലതരത്തിലുള്ള പ്രായശ്ചിത്തം നൽകിയിട്ട്, പലതരത്തിലും സ്വാധീനം ചെലുത്തിയിട്ട്, ചിലപ്പോക്കെ കേസുകളൊക്കെ ഒരു ഭരണം മാറുമ്പോ അടുത്ത ഭരണം നിലവിൽ വരുമ്പോ കേസൊക്കെ അങ്ങോട്ട് പിരിച്ചുപോകും, ഒക്കെ പിൻവലിക്കും, കഴിയും. അപ്പോ അവരോട് ഒട്ടി നിൽക്കാത്തവരുടെ കേസ് അവിടെ തന്നെ ഉണ്ടാവും, അല്ലാത്തവരുടെ കേസൊക്കെ ഒഴിഞ്ഞു പോകും. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും നാട്ടിൽ ക്രിമിനലുകൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? വിളിച്ചു പറയാൻ ആളുണ്ട്, ഇടപെടാൻ ആളുണ്ട്, സ്വാധീനിക്കാൻ ആളുണ്ട്, എന്ത് വന്നാലും എല്ലാറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആളുണ്ട്. ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ആളുണ്ട് എന്നൊരു ധൈര്യത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തവരെ നിങ്ങൾ മനസ്സിലായിക്കോ, അവർക്ക് നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു മാർഗവും ഉണ്ടാവുകയില്ല. അവര് ഖാലിദീന ഫിഹ, അവർ അതിൽ തന്നെ നിത്യവാസികളായിരിക്കും. അവർ പുറത്തു കടക്കാൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അവർ വീണ്ടും അതിലേക്ക് തന്നെ അകറ്റപ്പെടും. വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ ഈ പറയുന്നത്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ദീനിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്, മതത്തിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ആ സംഗതികളിൽ നമ്മൾ അത്രമേൽ പ്രാധാന്യം കൊടുത്തിട്ടില്ലാത്ത, നമുക്ക് അങ്ങനെ ഇനിയും വേണ്ടത്ര മനസ്സിലായിട്ടില്ലാത്ത ഒരു ഭാഗമാണിത്.
ഖുർആനില്ല. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ചില കാര്യമാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞത്. ഇതിനെ കുറിച്ചാണ്. ഈ ബനു ഇസ്രായേൽ, അതായത് ഇസ്രായേൽ സമൂഹം പരാജയപ്പെടാനുണ്ടായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അതായിരുന്നു. അവരിൽ എല്ലാ ആളുകളും ആരാധനാപരമായ ശിർക്ക് ചെയ്തു എന്നതുകൊണ്ടായിരുന്നില്ല. അവര് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അത് വിശദീകരിക്കുന്നിടത്താണ്. അവരുടെ പരാജയ കാരണം വിശദീകരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ കുറിച്ച് നമ്മളോട് മോശം പറഞ്ഞു തരിക എന്നുള്ള നിലക്കല്ല. നമ്മുടെ മുമ്പിൽ ഒരു കേസ് സ്റ്റഡിയാണ്. അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കി നമ്മൾ അങ്ങനെ ആയിപ്പോകരുത് എന്നതിന് വേണ്ടിയാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ പറഞ്ഞു തരുമ്പോ അവര് പരാജയപ്പെടാനുള്ള സുപ്രധാനമായ ഒരു കാര്യമായിരുന്നു അള്ളാഹുവിന്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും അവര് നേതാക്കന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മാറ്റിമറിച്ചു എന്ന് പറയുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ആ നേതാക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല. അവർ നിങ്ങളെ കൈയൊഴിയുകയും ഖേദത്തിന് കാരണമായി തീരുകയും ചെയ്യും. ആ ഖേദത്തിന് കാരണമാകുന്ന കാര്യത്തെ അള്ളാഹു അവിടെ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു തരികയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന നരകശിക്ഷയാകട്ടെ വമാഹും ബിഖാരിജീന മിനന്നാർ, ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. അവർക്കൊരിക്കലും ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധ്യമാവുന്നതല്ല എന്നതാണ്. അത്രയും ഗൗരവപ്പെട്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ഇനി നമ്മുടെ ജീവിതത്തെ ആർക്കാണ് സമർപ്പിച്ചത്, ആരാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള നേതൃത്വം ഇപ്പോൾ ഉള്ളത്, ആരുടെ കയ്യിലാണ് നമ്മൾ നമ്മുടെ പെരടിയെ ബന്ധിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പരിശോധിച്ചു നോക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കർമ്മങ്ങളിൽ പലതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ കർമ്മങ്ങൾക്കുണ്ടാകുന്ന പരിണിതി എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതിന് നല്ല ഫലമുണ്ടാകും, തെറ്റുകൾക്ക് മോശപ്പെട്ട പരിണിതി ഉണ്ടാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ആയിക്കൊണ്ട് മാത്രമേ നിങ്ങൾ മരണപ്പെടാവൂ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാണ്ട് മരിച്ചു പോകാൻ പാടില്ല എന്നാണ്. അത് കേട്ടാൽ തോന്നുക മരണത്തിന്റെ സമയം നമ്മളാണ് തീരുമാനിക്കുന്നത് എന്നാണ്. കാരണം നിങ്ങൾ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാതിരിക്കാം, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞാൽ പോവാതിരിക്കാം. കാരണം പോവാനും പോവാതിരിക്കാനും നമുക്ക് കഴിയുമല്ലോ. കുടിക്കാനും കുടിക്കാതിരിക്കാനും കഴിയുന്ന ഒരാളോട് നിങ്ങൾ കുടിക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതേ സമയത്ത് ഇവിടെ അള്ളാഹ് പറയുന്നത് വലാ തമൂതുന്ന, നിങ്ങൾ മരിക്കരുത് എന്നാണ്. ആരെങ്കിലും തന്നിഷ്ടപ്രകാരമാണോ മരിക്കുന്നത്? ആരെങ്കിലും തീരുമാനിച്ച സമയത്താണോ മരിക്കുന്നത്? പിന്നെന്താണ് അള്ളാഹു നമ്മളോട് വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് പറയാനുള്ള കാരണം? നമുക്ക് സാധിക്കുമോ മരിക്കാതിരിക്കാൻ? ഇല്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നാണ്. അപ്പൊ മുസ്ലിം ആവുന്ന ഒരു നേരത്ത് തന്നെ മരിക്കാം എന്ന് വിചാരിച്ച് മരണത്തെ മാറ്റിവെക്കാൻ നമുക്ക് കഴിയോ? ഒരിക്കലും കഴിയൂല. അപ്പൊ അതിന് ആ ഒരു പരിഹാരമേ ഉള്ളൂ. എപ്പോൾ മരിക്കുകയാണെങ്കിലും മുസ്ലിമായിട്ട് മരിക്കണമെങ്കിൽ എപ്പോഴും മുസ്ലിമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ്. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാണ്ട് മരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മരണം നിങ്ങളുടെ ഉറക്കത്തിലോ നിങ്ങളുടെ ഉണർച്ചയിലോ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴോ ആകാം. അപ്പോഴെല്ലാം നിങ്ങൾ മുസ്ലിം ആയിരിക്കുക. അങ്ങനെ മുസ്ലിം ആയിരിക്കുമ്പോൾ ഏത് സമയത്ത് മരിച്ചാലും നിങ്ങൾക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തെ വ്യത്യസ്ത കള്ളികളും കോളങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ട് മുസ്ലിം ആകുന്ന കുറച്ച് സമയം, അതേ സമയത്ത് ദുനിയവിയായ കാര്യങ്ങൾക്ക് വേറെ കുറെ സമയം, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമക്രമം അനുസരിച്ചുള്ള നേതാക്കന്മാരെ അനുസരിക്കണ കുറെ സമയം, ഭൗതികമായ കാര്യങ്ങളുടെ നേതാക്കളെ അനുസരിക്കണ വേറെ സമയം. ഇതിൽ എപ്പോഴാണ് നമ്മൾ മരിക്കുക? അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നമ്മളെ നയിക്കുന്ന നേതാക്കന്മാർക്ക് നമ്മൾ കൊടുത്ത സമയത്ത് തന്നെയാണോ? അതല്ല ഭൗതിക ആദർശങ്ങളുടെ സംസ്ഥാപനത്തിന് പണിയെടുക്കുന്ന നേതാക്കന്മാർക്ക് വേണ്ടി പണിയെടുക്കുമ്പോഴാണോ നമ്മൾ മരിക്കുക? നമുക്കറിയില്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞാല് എന്താണ്? എല്ലാ നേരത്തും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്ത് മരിച്ചാലും മുസ്ലിമായിട്ട് മരിക്കാൻ പറ്റും. ഇനി അതും കടന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു കാര്യം പറയാം.
അതായത് നിങ്ങൾക്ക് മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആ സാഹചര്യം ഏതാണ് എന്ന് പറയുന്നുണ്ട്. മൻ മാത ഫലൈസ ഫീ ഉനഖിഹി, ആരെങ്കിലും ഒരാൾ പിരടിയെ ബന്ധിക്കാതെ മരിച്ചുപോയാൽ. എവിടേക്ക് പിരടിയെ ബന്ധിക്കാതെ മരിച്ചുപോയാൽ എന്നാണ്? ഇസ്ലാമികമായ നേതൃത്വത്തിന് പിരടിയെ ബന്ധിക്കാതെ മരിച്ചുപോയാൽ അത്തമീത്തൻ ജാഹിലിയ, അവൻ ജാഹിലായിക്കൊണ്ടാണ് മരണപ്പെടുക എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഭൗതിക ആദർശങ്ങളുടെ നേതാക്കന്മാര് കൈയൊഴിയുന്നതിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഭൂമിയിൽ അവന്റെ വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയോ ദുരുപയോഗപ്പെടുത്തിയോ മനുഷ്യനെ അടിമകളാക്കി വെക്കുകയും തട്ടുകളാക്കി തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കന്മാർ, അവർക്ക് രക്തവും ജീവനും ജീവിതവും സമ്പത്തും സമർപ്പിച്ച ആളുകൾ എത്തിപ്പെടുന്ന ഒരു പരിണിതിയാണ്. നമസ്കരിക്കാത്ത കാര്യത്തിന് ശിക്ഷയുണ്ട്, നോമ്പെടുക്കാത്തതിന് ശിക്ഷയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ അമലുകളിൽ വരുന്ന വീഴ്ചകൾക്കൊക്കെ ശിക്ഷയുണ്ട്. പക്ഷെ അത്തരം ഒരു കാര്യത്തിലും ജാഹിലായി മരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾക്കോ നമുക്ക് പറ്റുന്ന വീഴ്ചകൾക്കോ ഒക്കെ ഉള്ള ആ അബദ്ധങ്ങളുടെ അളവിലും അതിന്റെ നിയ്യത്തിൽ സംഭവിച്ചിട്ടുള്ള പാകപ്പിഴവുകൾക്കനുസരിച്ചൊക്കെ നമ്മൾ വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷ ഉണ്ടാവുകയും ചെയ്യും. ഇനി അതിനിടയിൽ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യും. അതേസമയം തൗബ സ്വീകരിക്കപ്പെടാൻ അവസരമില്ലാതെ ഒരാൾ ജാഹിലായിട്ട് മരിച്ചു പോവുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ ജാഹിലായിട്ട് മരിച്ചു പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ടുള്ള ഈ പറഞ്ഞ നേതൃത്വത്തിന് അനുസരണ പ്രതിജ്ഞ ചെയ്യാതെ ഒരാൾ മരിച്ചാലാണ്. അതാണ് ഫലൈസ ഫീ ഉനഖിഹി ബൈഅത്തുൻ, ബൈഅത്ത് ചെയ്യാതെ അനുസരണ പ്രതിജ്ഞ ചെയ്യാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്തമീത്തൻ ജാഹിലിയ, ജാഹിലായിട്ട് മരിക്കേണ്ടി വരും എന്നാണ്. ഇത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആണ് ഇസ്ലാമികമായ നേതൃത്വവുമായി ബന്ധപ്പെടേണ്ടത്. നേരത്തെ പറഞ്ഞത് ദൈവീക വ്യവസ്ഥയല്ലാതെ മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടു നടക്കുന്ന നേതൃത്വം അവസാനം കൊണ്ടുചെന്ന് എത്തിക്കുന്ന പരിണിതിയെ സംബന്ധിച്ചുമാണ്. അപ്പൊ ഈ രണ്ട് തരം നേതൃത്വമുണ്ട്. ഈ രണ്ട് തരം നേതൃത്വത്തിൽ ഒന്ന് അബദ്ധത്തിലാഴ്ത്തി കളയുന്ന ഫതഖത്താഅത്ത് എന്ന് പറയുന്ന ബിഹിമിൽ അസ്ബാബ്, കയറ് പൊട്ടിക്കുന്ന കൂടാരത്തിൽ വലിച്ചു കെട്ടിയ ചരടറ്റിച്ചു കളയുന്ന വഞ്ചിക്കുന്ന നേതൃത്വത്തെ സംബന്ധിച്ചും, അതേസമയം മറ്റേത് നമ്മുടെ മരണം പോലും മുസ്ലിമായി മരിക്കാൻ സാധ്യമല്ലാത്ത വിധം ജാഹിലായി മരിക്കേണ്ടി വരും ആ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു നേതൃത്വം. ഈ രണ്ട് നേതൃത്വത്തിൽ ഏതാണ് ഇപ്പോൾ നമ്മുടെ നേതൃത്വം? നാം ജീവിക്കുന്ന കാലത്ത് ഏതാണ് നേതൃത്വം? ഇന്ന് അങ്ങനെ നമുക്ക് ബൈഅത്ത് ചെയ്യാനുള്ള ഒരു നേതൃത്വം ഉണ്ടോ? ലോക മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടോ? അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ഹദീസ് അനുസരിച്ച് ഐച്ഛികമായ ഒരു കാര്യമല്ല. അത് നമ്മൾ മുസ്ലിമായിട്ട് മരിക്കണോ ജാഹിലായിട്ട് മരിക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഗൗരവതരമായ ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക നേതൃത്വം എന്നൊന്നും ഉണ്ടെങ്കിൽ ആ നേതൃത്വത്തിന് നമ്മൾ അനുസരണ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു നേതൃത്വം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇടപെടുന്നത്? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് വേണ്ടി മറ്റാരോ ചിന്തിക്കും, നമുക്ക് വേണ്ടി വേറെ ആരൊക്കെയോ തീരുമാനിക്കും, നമ്മൾ അതനുസരിച്ച് അങ്ങനെ പോയാൽ മതി എന്ന് പറയുന്നവർക്ക് ശക്തമായ താക്കീതാണ് ഈ രണ്ടായത്തുകൾ. നമ്മൾ സാധാരണ പറയുന്നതാണ്, അതൊന്നിപ്പോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമ്മൾ അങ്ങനെ പോയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് വേണ്ടി വേറെ ആരോ ചിന്തിക്കുമെന്നും നമ്മളെ വേറെ ആരോ വഴി നടത്തുമെന്നും നമ്മൾ ആ വഴിയെ പിന്തുടർന്ന് അങ്ങനെ പോയാൽ മതി എന്നുമുള്ളവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ രണ്ടായത്തുകൾ. കാരണം അങ്ങനെ അന്ധമായി നയിക്കപ്പെട്ടാൽ, അങ്ങനെ വഴിയറിയാതെ പിന്തുടരപ്പെട്ടാൽ പരലോകത്ത് വെച്ചുകൊണ്ട് അവരും നമ്മളും തമ്മിലുള്ള ബന്ധമറ്റു പോവുകയും വലിയ ഖേദത്തിന് കാരണമായി തീരുകയും പിന്നീട് ആ കൂട്ടരെ ഒന്ന് കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ അവരെയും ഒഴിവാക്കുമെന്ന് വെറുതെ ഒരു കാര്യമില്ല അങ്ങനെ പറയുന്നതിന്. അങ്ങനെ അവരെ വീണ്ടും കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല, അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല. പക്ഷെ വെറുതെ പറഞ്ഞു നോക്കുകയാണ്. മരണത്തിന്റെ മലക്ക് വരുമ്പോ
പിന്നെ ആളുകൾ പറയല്ലോ, കുറച്ചും കൂടി ഒരു ആയുസ് നീട്ടി തന്നാൽ നന്നായിരുന്നു, ഞാൻ നല്ല ആളായിട്ട് ജീവിച്ചോളാം, ഞാൻ സദഖ ചെയ്തോളാം, അതുകൊണ്ട് എനിക്ക് ആയുസ് കുറച്ചുകൂടി നീട്ടിത്തരൂ എന്ന് പറയുമ്പോ അങ്ങനെ നീട്ടിത്തരാൻ പറ്റൂല. ഓരോരുത്തർക്കും ഉള്ള അജൽ എന്താണോ ആ അജൽ അനുസരിച്ച് തന്നെയാണ് ഒരു ഭൂമിയിൽ നിന്ന് പോകേണ്ടതെന്ന് പറയല്ലോ. ഇതുപോലെ ഒരു വെറുതെ ഒരു പറഞ്ഞു നോക്കല് മാത്രമാണ്. ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ അവസരമൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ അവസരം കിട്ടേണ്ട ആവശ്യവുമില്ല. അതിനാണ് ആദ്യം തന്നെ അള്ളാഹു തആല ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക. അപ്പോ ഖുർആൻ പറഞ്ഞല്ലോ, അത്തിഉല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കുക. വഅത്തിഉർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. വഉലിൽ അംരി മിൻകും, ആരാണിത്? അതാരാണ്? വഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള അമീറുമാരെ നിങ്ങൾ അനുസരിക്കുക എന്നാണ്. അതാരാണ്? അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നു, റസൂലിനെ കുറിച്ച് നമ്മൾ പറയുന്നു. ഉലുൽ അംർ ആരാണ്? അങ്ങനെ ഒരു കൂട്ടരുണ്ടോ? അങ്ങനെ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് എവിടെയാണ്, എങ്ങനെയാണ്? അങ്ങനെ ഒരു ഉലുൽ അംർ ഉണ്ടെങ്കിൽ അത് കേരളത്തിലേക്ക് മാത്രമാണോ, ഇന്ത്യയിലേക്ക് മാത്രമാണോ, ലോക മുസ്ലിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുക? അപ്പൊ ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത യഥാർത്ഥത്തിൽ നമുക്ക് വേണം. കാരണം ഇത് നമ്മൾ മുസ്ലിമായിട്ട് മരിക്കണോ ജാഹിലായിട്ട് മരിക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന നിർണായകമായ ഒരു കാര്യമാണ്. നിർണായകമായ ഒരു കാര്യമാണ് ഇത്. പരലോകത്ത് വെച്ചുകൊണ്ട് അസ്ബാബ്, അവർ ചരട് അറ്റിക്കുമെന്ന് പറയുമ്പോൾ നിലവിൽ ദുനിയാവിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ഇസ്ലാമികമായ ഒരു കോർവ, ഒരു അൽ ജമാഅത്ത്, ഒരു നേതൃത്വവും അനുയായികളും പരസ്പരം കൂടിയാലോചിക്കുന്ന, അനുസരിക്കുന്ന, അതേപോലെ തന്നെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വല ഇമാറത്ത് ഇല്ലാ ബിൽ ഇത്ആഅ്, അനുസരണമില്ലാതെ നേതൃത്വമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കൽപ്പിക്കുന്ന, ആ കൽപ്പനയെ പിന്തുടരുന്ന, അനുസരിക്കുന്ന ഒരു സംവിധാനം പരലോകത്ത് വെച്ചാണ് ഈ പറഞ്ഞ ആൾക്കാർ ചരടറ്റിക്കുകയെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ ഈ അൽ ജമാഅത്തിന്റെ ചരടറ്റു പോയി ലോക മുസ്ലിങ്ങൾ ചിതറിത്തെറിച്ച മുത്തുമണികൾ പോലെ പലയിടത്തും ചേറിലും ചെളിയിലും പൊന്തക്കാടുകളിലും ഒക്കെ തെറിച്ചു കിടക്കുകയാണ് ഈ മുത്തുമണികൾ. ഈ ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വല്ല ആലോചനയും ഉണ്ടോ, വല്ല ചിന്തയും ഉണ്ടോ? നമ്മുടെ ഗൗരവതരമായ ആലോചനകളിൽ എപ്പോഴെങ്കിലും അത് വന്നിട്ടുണ്ടോ? മുസ്ലിം സമൂഹം ഈ അർത്ഥത്തിൽ 1920-കളിൽ അതിന്റെ അവസാനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു സിദ്ദീഖുൽ അക്ബറിലൂടെ മുന്നോട്ട് പോയി ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഒക്കെ നടപ്പിലാക്കി. അങ്ങനെ വന്ന ആ ഒരു സംവിധാനമാണ്. ആ സംവിധാനം അതീവ ദുർബലമാണെങ്കിൽ പോലും 1920-കൾ വരെ നിലവിലുണ്ടായിരുന്നു. അതീവ ദുർബലമായ ആ ചരട് അറ്റുപോയത് അറിയാൻ കഴിയാത്ത വിധം ദുർബലമായ ചരടായിരുന്നു. അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അറ്റുപോയി. പക്ഷെ അങ്ങനെ അറ്റുപോയതിനു ശേഷം പിന്നെ ബൈഅത്തിന്റെ പ്രസക്തി എന്താണ്? അങ്ങനെ ഒരു ബൈഅത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഈ ഹദീസിന്റെ വിശ്വാസം പറഞ്ഞല്ലോ, അങ്ങനെ ബൈഅത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ജാഹിലായിട്ട് മരിക്കേണ്ടി വരും. നമ്മൾ ചിന്തിക്കാറുണ്ടോ, ആലോചിക്കാറുണ്ടോ? നമ്മുടെ ഗൗരവകരമായ ചിന്തയിൽ അതുണ്ടോ? ഇല്ലെങ്കിൽ ആ ബൈഅത്തൊക്കെ അവിടെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള അനുസരണ പ്രതിജ്ഞ മാറ്റിവെച്ച് അങ്ങനെ ഒരു നേതൃത്വമോ അങ്ങനെ ഒരു സംഘടിത സ്വഭാവമോ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ അതിനൊക്കെ കുറിച്ചൊരു ബേജാറോ വിഷമമൊന്നും ഇല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ പരലോകത്ത് ചെന്നാൽ തമ്മിൽ തള്ളി പറയുന്ന തരം നേതാക്കന്മാർക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൈമാറി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അതീവ ഗൗരവതരമായ ഒരു ചിന്ത യഥാർത്ഥത്തിൽ നമുക്ക് കാണാം. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഉത്തരം കണ്ടെത്താനോ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് വേറെന്തെയോ കണ്ടുപിടുത്തം നടത്താനോ പറ്റുന്ന സ്വഭാവത്തിലൊന്നുമല്ല. നമ്മുടെ പഠനത്തെ ത്വരിതപ്പെടുത്തുന്ന, നമ്മുടെ ചിന്തയെ ത്രസിപ്പിക്കുന്ന, എന്നിട്ട് ഒരു ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നമുക്ക് വേണം. അഫലാ തഅഖിലൂൻ, അല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾക്ക് അഖലില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചിന്താശേഷിയൊന്നും ഇല്ലാതെ നിങ്ങൾ അന്ധമായ രീതിയിലുള്ള സ്നേഹവും അന്ധമായ അനുകരണവും അന്ധമായി നയിക്കപ്പെടുകയും ചെയ്താൽ ഉണ്ടാകുന്ന സാഹചര്യത്തെ അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തരുമ്പോ ഞങ്ങളിതൊന്നും അറിഞ്ഞിരുന്നില്ല, ഞങ്ങളിത് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറയാൻ ഒരു സാഹചര്യമില്ല. ഒരു സിനിമ പോലെ, ഒരു നാടകം പോലെ ഒരു നല്ല ചിത്രീകരണമാണ് അള്ളാഹു ഇവിടെ നടത്തിയിട്ടുള്ളത്. പരലോകത്ത് ഇങ്ങനെ
വന്നു നിൽക്കുന്ന നേതാക്കൾ ഒരു ഭാഗത്തും അനുയായികൾ ഒരു ഭാഗത്തുമായിട്ട് ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യം വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. ആ വിശദീകരണം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മുടെ ആലോചനയിൽ, നമ്മുടെ പുനരാലോചനയിൽ തീർച്ചയായിട്ടും ഇത് വിഷയമായിട്ട് വരേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളെ കുറിച്ചാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. നമുക്ക് അനുവദനീയമായ കാര്യങ്ങളെ സംബന്ധിച്ച്, ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഉള്ള കുറെ സംഗതികളാണ് പറയുന്നത്. ഒക്കെ അതിലധികവും പറയുന്നത് ദുനിയാവിൽ നമ്മൾ പാലിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ്. ഭക്ഷണം, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ. അതുപോലെ പിശാചിന്റെ കാലടികളെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, നീചവൃത്തികളെ കുറിച്ച് ഉള്ള കാര്യങ്ങള്, അതുപോലെ നമ്മുടെ സംസാരത്തിൽ പാലിക്കേണ്ടുന്ന ആ സൂക്ഷ്മത, ഇത്തരം കാര്യങ്ങളിലേക്കാണ് പിന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. പക്ഷെ അതിനൊക്കെ എന്ത് വേണം? ഒരു പുതിയ സമൂഹം ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ് കിബിലമാറ്റത്തിലൂടെ. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സമൂഹം അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകൾ, വിധിവിലക്കുകൾ അതിനെ അവഗണിച്ച്, അതിനെ പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞ് അവർ പരാജയത്തിന്റെ പരമാവധിയിലെത്തി അള്ളാഹു അവരെ മാറ്റി. എത്രത്തോളം മാറ്റി എന്ന് ചോദിച്ചാൽ നമസ്കാരത്തിന്റെ ദിശ പോലും മാറ്റി. അങ്ങനെ കിബിലയെ മാറ്റി. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് അത് മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് മാറ്റി ഒരു പുതിയ സമൂഹത്തെ നിർമ്മിച്ച്, ആ പുതിയ സമൂഹത്തോട് നിങ്ങൾ പഴയ ആളുകൾ പിഴച്ചു പോയതുപോലെ പിഴച്ചു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. അവർ അള്ളാഹനെ മറന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പിഴവ് സംഭവിച്ചത്. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, നിങ്ങൾ എന്നെ ഓർക്കണം എന്ന് ഉത്ബോധിപ്പിച്ച്, അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ ഏകനായി ഇലാഹു എന്ന് ഒരിക്കൽ കൂടി തൗഹീദിലേക്ക് ക്ഷണിച്ച്, ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീം, അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, നിങ്ങൾ ഏകനായ ഇലാഹിനെയാണ് തീർച്ചയായിട്ടും ഇലാഹായിട്ട് വരിക്കേണ്ടത്, മറ്റൊന്നിനെയും നിങ്ങൾ സമ്പൂർണമായി കീഴടങ്ങുകയോ ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച്, പിന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ ആയത്തുകൾ, അതിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് നമ്മളെ അനുസ്മരിപ്പിച്ച്, അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ നിങ്ങൾ മറ്റൊന്നിനെയും സ്നേഹിക്കരുത്, അങ്ങനെ സ്നേഹിച്ചു കളഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, അത് ശിർക്കാണ്, അത് വലിയ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നതാണ്. അള്ളാഹു കാരുണ്യവാനും സ്നേഹനിധിയും വദൂദും റഹ്മാനും റഹീമും ഒക്കെ ആയതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ശദീദുൽ അദാബാണ്, കഠിനമായി ശിക്ഷിക്കുന്നവരാണ് എന്നും പഠിപ്പിച്ചതിന് ശേഷമാണ് ഈ ചിത്രീകരണം നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ആ പാഠം ഉൾക്കൊണ്ട് എത്ര നിമിഷം മുമ്പ് നമുക്ക് മാറാൻ കഴിയുമോ, നമുക്ക് ചിന്തയെ വഴിതിരിച്ചു വിടാൻ കഴിയുമോ, അത്രത്തോളം നമുക്ക് ഖുർആനിൽ നിന്ന് ഉപകാരപ്രദമായ വിജ്ഞാനത്തെ ലഭ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും ഉപകാരപ്രദമായ വിജ്ഞാനത്തിന് വേണ്ടിയാണ്. ഉപകാരപ്രദമായ വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉപകരിക്കുന്ന വിജ്ഞാനമാണ്. ഒരുപാട് ഹദീസുകളും ഒരുപാട് ആയത്തുകളും കാണാതെ ഉരുവിടാൻ അറിയുന്നവർക്ക് തന്നെ നാഫിയായ ഇൽമ് ലഭിച്ചുകൊള്ളണം എന്നില്ല. കാരണം അവരുടെ അറിവ് തന്നെ പരലോകത്ത് അവർക്കെതിരായ സാക്ഷ്യമായി ഭവിക്കുകയാണ് ചെയ്യുക. ഒരുപാട് ബിരുദങ്ങളും വലിയ പദവികളും വലിയ ഡിഗ്രികളും ഒക്കെ ഉള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അറബി അറിയാം, ഖുർആനിൽ നിന്ന് മനഃപ്പാഠം ഉണ്ടാകും, അതുപോലെ തന്നെ എല്ലാം ഉണ്ടാകും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ പിരടികളെ ബന്ധിച്ചിരിക്കുന്നത് ഭൗതികമായ കാര്യങ്ങളിലായിരിക്കും. ആ ഭൗതികമായ കാര്യങ്ങളിൽ ബന്ധിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്നത് ഉപകാരപ്രദമായ വിജ്ഞാനമായിരിക്കുകയില്ല. അതുകൊണ്ട് ഖുർആനിന്റെ പഠനത്തെ ജീവിതവുമായി ബന്ധമില്ലാത്ത മറ്റെന്തോ ഒരു കാര്യം പഠിക്കുന്നത് പോലെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നമുക്ക് ഈ വേദഗ്രന്ഥത്തെ തെരഞ്ഞെടുക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് അഹ്ലുൽ കിതാബിന് സംഭവിച്ചിട്ടുള്ള പരാജയം സംഭവിക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയുക. അതഅ്മുറൂന الناس بالبر وتنسون انفسكم وانتم تتلون الكتاب افلا تعقلون. പൂർവികരായിട്ടുള്ള ആളുകളോട് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ജനങ്ങളോട് നന്മ ഉപദേശിക്കുകയും സ്വന്തത്തെ സംബന്ധിച്ച് മറന്നുപോവുകയും അതോടൊപ്പം വേദം പാരായണം ചെയ്യുകയുമാണ് ചെയ്യുന്നത്, ചിന്തിക്കുന്നില്ലേ എന്നാണ്.
അവനെ കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പറയുകയും നമ്മൾ നമ്മളെ മറന്നു പോവുകയും എന്നിട്ട് കിതാബ് ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ബുദ്ധിശൂന്യതയാണ്, അത് പരാജയമാണ്, അത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് വലിയ നഷ്ടം വരുത്തി വെക്കുന്നതാണ് എന്ന പാഠമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് അധികരിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.